നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 16-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൽ കമൻറ്റിന് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, രാജ്യത്തുടനീളമുള്ള എല്ലാ ഗ്യാസ് ഏജൻസികളുടെയും നേതൃത്വത്തിൽ വീടുകളിൽ നിർബന്ധിത LPG സുരക്ഷാ പരിശോധന, ഗ്യാസ് മാൻഡേറ്ററി ഇൻസ്പെക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ചിലരുടെയെങ്കിലും വീടുകളിൽ ഏജൻസി ജീവനക്കാർ പരിശോധനയ്ക്കായിട്ട് എത്തിയിട്ടുണ്ടാകും. ഗ്യാസ് കണക്ഷനുള്ള എല്ലാ ഉപഭോക്താക്കൾക്കും ഈ സുരക്ഷാ പരിശോധന നിയമപരമായി തന്നെ നിർബന്ധമാക്കിയിട്ടുള്ളതാണ്. പരിശോധനാ വേളയിൽ ഉപഭോക്താക്കൾ തങ്ങളുടെ റേഷൻ കാർഡും അതോടൊപ്പം തന്നെ ഗ്യാസ് കണക്ഷൻ പാസ്ബുക്കും ഉദ്യോഗസ്ഥരെ കാണിക്കേണ്ടതുണ്ട്. ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ഈ ഇൻസ്പെക്ഷന് ആകെ 236 രൂപയാണ് ഫീസ് വരുന്നത്. ഇതിൽ 200 രൂപ ഇൻസ്പെക്ഷൻ ചാർജും അതോടൊപ്പം തന്നെ 18% GST, 9% വീതം CGST, SGSTയും ആയിട്ട് 36 രൂപയും ഉൾപ്പെടുന്നു. പരിശോധനയ്ക്ക് ശേഷം കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയ പരിശോധനാ റിപ്പോർട്ടും ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, നമ്മൾ അടച്ച ഫീസിനുള്ള രസീതും ഏജൻസിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ റിപ്പോർട്ടിൽ സിലിണ്ടർ വെച്ചിരിക്കുന്ന രീതി, അതോടൊപ്പം തന്നെ ഗ്യാസ് സ്റ്റൗവിന് ISI മാർക്ക് ഉണ്ടോ തുടങ്ങിയ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പരിശോധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഈ സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് ട്യൂബിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, സാധാരണ പഴയ റബ്ബർ ട്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിലോ അത് മാറ്റി പകരം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ശുപാർശ ചെയ്യുന്ന സുരക്ഷാ ട്യൂബ് അത് നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ടതുണ്ട്. 1.5 മീറ്റർ നീളമുള്ള ഈ സുരക്ഷാ ട്യൂബിന് GST ഉൾപ്പെടെ 190 രൂപയാണ് അധികമായിട്ട് ഈടാക്കുന്നത്. റെഗുലേറ്ററോ പൈപ്പോ മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള തുക പരിശോധനാ ഫീസിന് പുറമെ നൽകേണ്ടി വരും. നിങ്ങളുടെ വീട്ടിൽ ട്യൂബ് മാറ്റേണ്ടതില്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ചാർജായിട്ടുള്ള 236 രൂപ മാത്രം നൽകിയാൽ മതിയാകും. ഇതോടൊപ്പം തന്നെ ഗ്യാസ് ബുക്കിങ്ങിനായിട്ട് ഭാരത് ഗ്യാസ് നൽകുന്ന ഔദ്യോഗിക നമ്പറുകളും ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾക്ക് മിസ്ഡ് കോൾ വഴി ബുക്ക് ചെയ്യാനായിട്ട് 7710555555 എന്ന നമ്പറും, സാധാരണ ബുക്കിങ്ങിനായിട്ട് 7715023456, അതുപോലെ 7718023456 എന്നീ നമ്പറുകളും ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 1800224344 എന്ന നമ്പറും പ്രയോജനപ്പെടുത്താം. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നിലവിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന 14 കിലോഗ്രാം വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾക്ക് പുറമെയായിട്ട് ഭാരം കുറഞ്ഞ 10 കിലോഗ്രാം സിലിണ്ടറുകൾ, കോമ്പസിറ്റ് സിലിണ്ടേഴ്സ് അതുകൂടി വിപണിയിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് നിങ്ങളുടെ വീടുകളിലെത്തുന്ന ഏജൻസി ജീവനക്കാരുമായിട്ട് പൂർണ്ണമായിട്ടും എല്ലാവരും സഹകരിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനുമായിട്ട് സപ്ലൈകോയ്ക്ക് 253 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഓണം വിപണിയിലെ സജീവമായിട്ടുള്ള ഇടപെടലുകൾക്കായിട്ട് 200 കോടി രൂപയും AY മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റ് നൽകുന്നതിനായിട്ട് 53 കോടി രൂപയുമാണ് ഇതിലൂടെ വിനിയോഗിക്കുന്നത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് ധനവകുപ്പ് ഈ തുക അനുവദിച്ചത്. ആവശ്യമെങ്കിൽ കൂടുതൽ തുക ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് സർക്കാരിനെ സമീപിക്കുമെന്നും വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓണക്കാലത്ത് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ വഴി അവശ്യ സാധനങ്ങളൊക്കെ തന്നെ ന്യായവിലയ്ക്ക് ലഭ്യമാക്കാനും അതോടൊപ്പം തന്നെ കുറഞ്ഞ നിരക്കിലുള്ള വിവിധതരം ഓണക്കിറ്റുകളൊക്കെ തന്നെ വിപണിയിലേക്ക് എത്തിക്കാനും തീരുമാനമായിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്രയും വലിയൊരു തുക ഒരുമിച്ച് ഓണവിപണിക്കായിട്ട് അനുവദിക്കുന്നത് ഇത് ആദ്യമായാണ്. മുൻപ് സംസ്ഥാനത്ത് പരിമിതമായിട്ടുള്ള രീതിയിൽ മാത്രമാണ് ഓണസഹായങ്ങളൊക്കെ നൽകിയിരുന്നതെങ്കിൽ കോവിഡ് കാലത്താണ് സംസ്ഥാന വ്യാപകമായിട്ട് സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചത്. തുടർന്ന് എല്ലാ കാർഡുകൾക്കും കിറ്റ് നൽകിയിരുന്നെങ്കിലും 2022 മുതൽ ഇത് മഞ്ഞ കാർഡുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. ഇത്തവണ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് കൂടി സൗജന്യ ഓണക്കിറ്റ് നൽകണമെന്ന ആവശ്യം ഉയർന്നിരുന്നെങ്കിലും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ അത് തള്ളുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷവും മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമായിരിക്കും റേഷൻ കടകൾ വഴി സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുക. ഇതോടൊപ്പം തന്നെ നിലവിൽ നീല വെള്ള റേഷൻ കാർഡുകൾ, മുൻഗണനേതര റേഷൻ കാർഡുകളുള്ള അർഹരായിട്ടുള്ള കുടുംബങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് പിങ്ക് മഞ്ഞ കാർഡുകളിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാനും ഇപ്പോൾ അവസരമുണ്ട്. ജൂലൈ 17-ാം തീയതി നാളെ വൈകുന്നേരം 5 മണി വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായിട്ട് ഇതിനായിട്ട് അപേക്ഷിക്കാം. മുൻപ് അനർഹമായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരുന്നവരിൽ നിന്ന് അവ പിടിച്ചെടുക്കുകയും പലരും പിഴയൊടുക്കി കാർഡുകൾ തിരിച്ചെടുപ്പിക്കുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് 1.5 ലക്ഷത്തിലധികം ഒഴിവുകളാണ് രൂപപ്പെട്ടത്. കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള മുൻഗണനാ വിഹിതം നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഒഴിവുകളൊക്കെ തന്നെ വേഗത്തിൽ നികത്തേണ്ടതായിട്ടുണ്ട്. അതിനാലാണ് സർക്കാർ അർഹരായവരിൽ നിന്ന് അടിയന്തരമായി അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. അർഹതയില്ലാത്തവർക്കെതിരെയുള്ള കർശന പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നതിനാൽ തന്നെ അർഹരായ എല്ലാ കുടുംബങ്ങളും ഈ ഒരു അവസരം കൃത്യമായി വിനിയോഗിക്കേണ്ടതാണ്.
അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണം അത് ഒഴിവാക്കാൻ കഴിയാത്ത അടിയന്തര സാഹചര്യത്തിലാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. നിലവിലെ കടുത്ത പ്രതിസന്ധി മറികടക്കാൻ സാധ്യമായ എല്ലാ ഇടപെടലുകളും KSEB നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വൈദ്യുതി ആവശ്യകതയിലുണ്ടായ കുതിച്ചുചാട്ടവും ആഭ്യന്തര ഉൽപ്പാദനത്തിലെ കുറവുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത 3500 മുതൽ 3600 മെഗാവാട്ട് ആയിരുന്നെങ്കിൽ 2026 ജൂലൈയിൽ അത് 4600 മുതൽ 4800 മെഗാവാട്ടായിട്ട് ഉയർന്നു. എന്നാൽ ഇതിന് വിപരീതമായിട്ട് അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴ്ന്നതോടെ ആഭ്യന്തര ജലവൈദ്യുതി ഉൽപ്പാദനം വലിയ രീതിയിൽ ഇടിഞ്ഞു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രതിദിന ഉൽപ്പാദനമാകട്ടെ 45 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഈ വർഷം അത് വെറും 14 മുതൽ 17 ദശലക്ഷം യൂണിറ്റായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. നിലവിൽ സംസ്ഥാനത്തെ ആകെ വൈദ്യുതി ലഭ്യത 4100 മെഗാവാട്ടാണ്. ആവശ്യകതയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ലഭ്യതയിൽ 500 മുതൽ 600 മെഗാവാട്ടിൻ്റെ കുറവാണ് ഇപ്പോഴുള്ളത്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര മന്ത്രിതല യോഗം ചേർന്നുകൊണ്ട് സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ടെന്നും സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാനായിട്ട് പൊതുജനങ്ങളെല്ലാവരും തന്നെ വൈദ്യുതി ഉപയോഗം അത് പരമാവധി നിയന്ത്രിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്കായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒട്ടനവധി ആനുകൂല്യങ്ങളും പദ്ധതികളുമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിള ഇൻഷുറൻസ് പദ്ധതി. മുൻപ് പോർട്ടലിലെ സാങ്കേതിക തകരാറുകൾ മൂലം രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കാതിരുന്ന കർഷകർക്കായിട്ട് ഇപ്പോൾ അപേക്ഷാ തീയതി ഈ മാസം അവസാനം വരെ നീട്ടി നൽകിയിട്ടുണ്ട്. അതിനാൽ ഇതുവരെ ഇൻഷുറൻസ് എടുക്കാത്തവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തി തങ്ങളുടെ കൃഷിയെ സുരക്ഷിതമാക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ കൃഷി ആവശ്യങ്ങൾക്കുള്ള വിവിധ ഉപകരണങ്ങൾ വൻ സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കാനുള്ള അവസരവും നിലവിലുണ്ട്. വ്യക്തിഗതമായിട്ട് ഉപകരണങ്ങൾ വാങ്ങുന്ന കർഷകർക്ക് 50% വരെയും കാർഷിക കൂട്ടായ്മകൾക്കോ സംഘങ്ങൾക്കോ ആണെങ്കിൽ 80% വരെയും സബ്സിഡി ഇതിലൂടെ ലഭ്യമാണ്. ജൂലൈ 15 മുതൽ ഇതിനായിട്ടുള്ള പോർട്ടൽ തുറന്നിട്ടുള്ളതിനാൽ തന്നെ താല്പര്യമുള്ള കർഷകർക്ക് അപേക്ഷാ വിവരങ്ങൾക്കായിട്ട് കൃഷിഭവനുമായിട്ടോ അല്ലെങ്കിൽ സബ്സിഡി ഉപകരണങ്ങളൊക്കെ തന്നെ നൽകുന്ന അംഗീകൃത വിപണന കേന്ദ്രങ്ങളുമായിട്ടോ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ വാർഷിക പുതുക്കലിൻ്റെ ഭാഗമായിട്ട് ബയോമെട്രിക് അല്ലെങ്കിൽ ഫേസ് ഒതൻറ്റിക്കേഷൻ വഴി ഈ KYC നടപടികളൊക്കെ തന്നെ അടിയന്തരമായിട്ട് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഭാവിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ കാർഷിക ആനുകൂല്യങ്ങളും തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് പുതിയ അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് ID നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതിനാൽ തന്നെ കർഷകർ അഗ്രിസ്റ്റാക്ക് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് തങ്ങളുടെ കർഷക ID എത്രയും വേഗം ജനറേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. IRCTC വെബ്സൈറ്റിലും ആപ്പിലും വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ റെയിൽവേ മന്ത്രാലയം ഒരുങ്ങുന്നു. ഇനി മുതൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ക്യാപ്ചേഴ്സ് സംവിധാനം പൂർണ്ണമായിട്ടും ഒഴിവാക്കും. ഇതിന് പകരമായിട്ട് ആധാർ അധിഷ്ഠിത വെരിഫിക്കേഷനും കൂടുതൽ കർശനമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമാണ് നടപ്പിലാക്കുന്നത്. ഇതോടെ വെറും 8 ക്ലിക്കുകൾ കൊണ്ടും, അതായത് യാത്രക്കാരുടെ വിവരങ്ങളൊക്കെ തന്നെ നേരത്തെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 ക്ലിക്കുകൾ കൊണ്ടും വളരെ വേഗത്തിൽ ബുക്കിംഗ് പൂർത്തിയാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അനാവശ്യമായ പോപ്പ് ആപ്പുകളും അതോടൊപ്പം തന്നെ പരസ്യങ്ങളും ഒഴിവാക്കുന്നതിനൊപ്പം തന്നെ എല്ലാ ക്ലാസ്സുകളിലെയും സീറ്റ് ലഭ്യത ഒരുമിച്ച് കാണാനുള്ള സൗകര്യവും പുതിയ പോർട്ടലിൽ ഉണ്ടാകും. ജയ്പൂർ MNIT സന്ദർശിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് ഒരു വിദ്യാർത്ഥി ഉന്നയിച്ച നിർദ്ദേശത്തെ തുടർന്നാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. പുതിയ വെബ്സൈറ്റിൻ്റെ ബീറ്റ വേർഷൻ തയ്യാറായി കഴിഞ്ഞു. പരിഷ്കരിച്ച പോർട്ടൽ വളരെ വേഗം തന്നെ ഉപയോക്താക്കൾക്ക് ലഭ്യമാകുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ അടുത്തയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ഈ മാസം 21-ാം തീയതി സംസ്ഥാനത്ത് കടമെടുപ്പ് നടക്കുമെന്നാണ് വിവരം. തുടർന്ന് 23, 24, 25 തീയതികളിലായിട്ട് തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തുന്നതാണ്. എന്നാൽ ഈ മാസത്തിലെ പെൻഷൻ മുടങ്ങിപ്പോകുമെന്ന രീതിയിലൊക്കെ തന്നെ ചില വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ മാസത്തിലെ പെൻഷൻ മുടക്കുന്നത് എന്ന തരത്തിലൊക്കെ തന്നെ പ്രചരണം നടക്കുന്നുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും വ്യാജമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള യാതൊരു അറിയിപ്പും പുറത്തു വന്നിട്ടില്ല. ഈ മാസത്തിലെ പെൻഷൻ കൃത്യമായി തന്നെ വിതരണം ചെയ്യുന്നതാണ്. ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഇതിലൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇനി വരാനായിട്ടുണ്ട്. എന്തായാലും ജൂലൈ മാസത്തിലെ പെൻഷൻ മുടക്കിക്കൊണ്ട് ഓഗസ്റ്റിൽ ഇരട്ടി പെൻഷൻ നൽകില്ല. അങ്ങനെ നൽകുകയാണെങ്കിൽ സെപ്റ്റംബറിലെ പെൻഷൻ അത് മുൻകൂറായിട്ട് നൽകാനാണ് സാധ്യത. ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ഓഗസ്റ്റ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുമോ, പ്രത്യേക അലവൻസ് അനുവദിക്കുമോ, കുടിശ്ശിക തുക വിതരണം ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളിലും ഇതുവരെയായിട്ട് വ്യക്തമായ സർക്കാർ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഏതായാലും വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾക്ക് ശേഷം മാത്രമേ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ടുള്ളൊരു വ്യക്തത അല്ലെങ്കിൽ ഒരു കൃത്യമായ വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനാൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക. നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഈ രീതിയിലായിരിക്കും പെൻഷൻ വിതരണം ക്രമീകരിക്കുക. മിക്ക ഗുണഭോക്താക്കൾ ഈ തുക വർദ്ധിപ്പിക്കുമോ എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവുകളൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. തുക വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള അന്തിമ കാര്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കാൻ കുറച്ചുകൂടി കാലതാമസം എടുത്തേക്കാം. എങ്കിലും 1 വർഷത്തിനകം തന്നെ പദ്ധതി നടപ്പിലാക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്.
ക്ഷേമ പെൻഷൻ വർധനവിനെ അതീവ പ്രാധാന്യമുള്ള ഒരു പ്രധാന വിഷയമായി തന്നെയാണ് സർക്കാർ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അല്പം കാലതാമസം നേരിട്ടാലും പെൻഷൻ വർധനവുണ്ടാകും. ഈ ആനുകൂല്യം വളരെ വൈകാതെ തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റം തുടരുന്നു. തുടർച്ചയായിട്ടുള്ള ഇടിവിന് പിന്നാലെ സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. 2026 ജൂലൈ 15 ബുധനാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 70 രൂപ കൂടി 13,160 രൂപയിലും പവന് 560 രൂപ കൂടി 1,05,280 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന് കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.